നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 395th day. Today 85th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 395 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 85ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 85ാമത്തെ ശ്ലോകം. കഥാശ്രവണദപ്രീതോ നിത്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. കഥാശ്രവണദപ്രീതോ നിത്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. ഓം തത്സത്. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കഥ കേട്ടവരെ, അതായത് ശ്രീമദ് മഹാഭാഗവത സപ്താഹം ശ്രവണം ചെയ്തവരെ, വളരെ സന്തോഷത്തോടുകൂടി ഭഗവാൻ, ഭക്തവത്സലനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോലോകം, യോഗികൾക്ക് പോലും ദുർലഭമായ അത്യവും മഹത്വമേറിയ ഗോലോകം എന്നാൽ വൈകുണ്ഠത്തെ പ്രാപിപ്പിച്ചു. എല്ലാവർക്കും സാലോക്യം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു. എപ്രകാരമാണെന്നാൽ അയോധ്യാവാസികൾക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ വൈകുണ്ഠപദം പ്രാപിക്കുമ്പോൾ എല്ലാ അയോധ്യാവാസികളും, എന്തിന് മൃഗങ്ങളും പക്ഷികളും ചെടികളും എന്ന് വേണ്ട സർവ്വചരാചരങ്ങളും ആഗ്രഹമുള്ള എല്ലാവരും വന്ന് ആ സരയൂ നദിയിൽ മുങ്ങി ആ ഭഗവാന്റെ വൈകുണ്ഠപദം പ്രാപിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. എപ്രകാരം ശ്രീരാമദേവൻ തന്നോടുകൂടി തൻ്റെ ഭക്തന്മാർക്കും തൻ്റെ രാജ്യവാസികൾക്കും എല്ലാവർക്കും സാലോക്യം നൽകി അനുഗ്രഹിച്ചുവോ അപ്രകാരം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഈ ഗോകർണൻ്റെ സപ്താഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തൻ്റെ ലോകം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവാനോടുള്ള ഭക്തി ആർക്കുണ്ടോ ആ യഥാർത്ഥമായ ഭക്തി, നിഷ്കളങ്കമായ ഭക്തിയുള്ളവരെ എല്ലാം ഭഗവാൻ തൻ്റെ തന്നെ രൂപവും തൻ്റെ തന്നെ ലോകവും നൽകി അനുഗ്രഹിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. ശ്രീരാമദേവൻ അനുഗ്രഹിച്ച അതേമാതിരി ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും ആ ഗോകർണൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും, ആത്മദേവൻ്റെ ആ ഗ്രാമത്തിലുള്ള സകലരെയും തൻ്റെ ലോകം, ഗോലോകം, അതായത് വൈകുണ്ഠം നൽകി അനുഗ്രഹിച്ചു. ശ്ലോകം ഒരിക്കൽ കൂടി. കഥാശ്രവണദ പ്രീതോ നിത്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.